എല്ലാവർക്കും നമസ്കാരം. കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട ദേവീക്ഷേത്രങ്ങളിൽ ഒന്നാണ് മല്ലം ശ്രീ ദുർഗാ പരമേശ്വരി ക്ഷേത്രം. ഈ ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുരമാണ് ഈ കാണുന്നത്. ക്ഷേത്രത്തിൻ്റെ മുൻവശത്തായിട്ട് പൂന്തോട്ടമുണ്ട്. ഈ പൂന്തോട്ടത്തിൽ ക്ഷേത്ര പൂജകൾക്ക് ഉപയോഗിക്കുന്ന പലതരം പുഷ്പങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ഒരു താമര പൂവിട്ട് നിൽക്കുന്നത് കാണാം. ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഇടതുവശത്തായിട്ട് ചെറിയൊരു കുളം നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ താമര പൂവിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് ക്ഷേത്രത്തിൻ്റെ ക്ഷേത്ര ഗോപുരത്തിലേക്കാണ്. ഈ ക്ഷേത്ര ഗോപുരം കടന്ന് അകത്തോട്ട് പോകുമ്പോൾ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങൾ. ഏകദേശം 300 വർഷങ്ങൾക്ക് മുമ്പ് 2 കരാട ബ്രാഹ്മണർ അവരുടെ ആരാധന ശക്തിയായ ശ്രീ ചക്രസ്ഥിത ദേവിയുമായി കാസർഗോഡ് ജില്ലയിലെ മധുവാഹിനിയുടെ തീരത്തുള്ള മല്ലം എന്ന സ്ഥലത്ത് എത്തി എന്നും ശ്രീചക്രത്തെ അവർ ഈ പുണ്യനദിയുടെ തീരത്ത് പ്രതിഷ്ഠിച്ചു എന്നുമാണ് ചരിത്രങ്ങളിൽ പറയുന്നത്. ആനമജൽ കുടുംബാംഗങ്ങളാണ് ഇപ്പോൾ ക്ഷേത്ര ഭരണം നടത്തുന്നത്. നവരാത്രി ദിവസങ്ങളിൽ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്ന ക്ഷേത്രം കൂടിയാണ് മല്ലം ശ്രീ ദുർഗാ പരമേശ്വരി ക്ഷേത്രം. നവരാത്രി നാളുകളിൽ വിശേഷാൽ പൂജകളും നവമി ദിവസം ചണ്ഡികാ ഹോമവും ഇവിടെ നടക്കാറുണ്ട്. ഇവിടെ എത്തുന്ന ഭക്തരിലധികവും കർണാടകയിൽ നിന്നുള്ള ഭക്തരാണെന്ന് കൂടി നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആദ്യകാലങ്ങളിൽ ഈ ക്ഷേത്രം ഓല കൊണ്ട് നിർമ്മിച്ചതാണെന്നും അതിനുശേഷം 1865കളിൽ ക്ഷേത്രം പുതുക്കിപ്പണിതുവെന്നും പറയപ്പെടുന്നു. അതിനുശേഷമുള്ള പ്രധാന പരിഷ്കരണങ്ങളെല്ലാം നടന്ന് 1940 ശേഷമാണ് എന്നും കൂടി ഇവിടെയുള്ള ആളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ കാണുന്ന അന്നദാന മണ്ഡപത്തിൽ എല്ലാ ദിവസവും ഉച്ച സമയത്തും അതുപോലെ തന്നെ രാത്രിയിലും ഇവിടെ എത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും അന്നദാനം നൽകാറുണ്ട്. ഉച്ചക്കുള്ള ഭക്ഷണത്തിന് സമയം ആയാൽ നമുക്ക് ഇവിടെ നടക്കുന്ന അന്നദാനം കൂടി നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റും. ഈ കാണുന്നത് നടരാജ മണ്ഡപം. നവരാത്രി ഉത്സവ നാളുകളിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള കലാക്ഷേത്രങ്ങളിൽ നിന്നുള്ള കുട്ടികൾ തങ്ങളുടെ അരങ്ങേറ്റം നടത്താൻ വേണ്ടി മല്ലം ശ്രീ ദുർഗാ പരമേശ്വരിയുടെ സന്നിധിയിലേക്ക് എത്താറുണ്ട്. അത്തരത്തിലെത്തുന്ന കുട്ടികൾ തങ്ങളുടെ അരങ്ങേറ്റം ഈ നടരാജ മണ്ഡപത്തിൽ വെച്ചാണ് ചെയ്യാറ്. അതുപോലെ തന്നെ നവരാത്രി നാളുകളിൽ വാഹന പൂജ ചെയ്യാനും കുട്ടികളെ എഴുത്തിനിരുത്താനും നിരവധി ആളുകൾ ഈ ക്ഷേത്ര സന്നിധിയിൽ എത്താറുണ്ട്. മധുവാഹിനി പുഴയോരത്ത് കിഴക്ക് ഭാഗത്തേക്ക് അഭിമുഖീകരിച്ചാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അന്നപൂർണേശ്വരിയായ ശ്രീ ദുർഗാദേവിയാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. രാജഗോപുരത്തിൻ്റെ കീഴിൽ വിശ്രമ മണ്ഡപം നിർമ്മിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ വടക്കുഭാഗത്ത് അഗ്രശാല, അതിനപ്പുറത്തായി മധുവാഹിനി പുഴ തീരത്ത് സ്നാനഘട്ടം കാണാം. ഈ കാണുന്നത് ചില ഭക്തന്മാർ സമർപ്പണം ചെയ്ത ചിത്രങ്ങളാണ്. ഈ ക്ഷേത്രത്തിലെ വഴിപാടുകളൊന്നായ കട്ടിയെറുക്കൽ ചടങ്ങ് നടത്തുന്ന സ്ഥലം കൂടി നമുക്ക് കാണാം. ചടങ്ങിനായി ഭക്തന്മാർ ക്യൂ നിന്നിട്ടുണ്ട്, നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിനുള്ള വെള്ളവുമായി പോകുന്ന പ്രധാന സേവകരെയും നമുക്ക് കാണാം. ഈ കാണുന്നത് ഇവിടെ എത്തുന്ന ഭക്തന്മാർക്ക് വേണ്ടിയിട്ടുള്ള ശുചിമുറികളാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ നേരെ മധുവാഹിനി പുഴയിലേക്ക് എത്താം. കുളിക്കാനും അതുപോലെ തന്നെ കാല് കഴുകാനുള്ള സൗകര്യമുണ്ട്. മഴക്കാലമായതിനാൽ വെള്ളത്തിനൊക്കെ ചെറിയ കളർ ചേഞ്ച് ഉണ്ട്. ഇനി ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് അരയാൽ മരവും അതുപോലെ തന്നെ നാഗപ്രതിമയൊക്കെ കാണാൻ വേണ്ടി പറ്റും. എല്ലാവരും ഇവിടെ കയറി ഈ അരയാലിനെ പ്രദക്ഷിണം ചെയ്താണ് മടങ്ങാറ്. അക്കൂട്ടത്തിൽ ഞാനും അരയാൽ പ്രദക്ഷിണത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്നതിനിടയിൽ ഇവിടെ ഒരു തേനീച്ച കൂട് കണ്ടു. അതിനെ നോക്കി അതിനുശേഷം അരയാൽ പ്രദക്ഷിണം കഴിഞ്ഞ് ഭണ്ണാര സമർപ്പണം കഴിഞ്ഞ് നേരെ ക്ഷേത്രത്തിലേക്ക് മടങ്ങി.
നേരത്തെ കാണിച്ച ഭോജനശാലയിൽ നിന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇവിടെ എത്തുന്ന ഭക്തന്മാരൊക്കെ ഇതുപോലെ ക്യൂ നിന്ന് വേണം പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആൾക്കാരുടെ തിരക്ക് കൂടുതലുള്ള സമയങ്ങളിൽ ഇതുപോലെ ക്യൂ ക്രമീകരണം ഉണ്ടാവും. എല്ലാവരും സഹകരിച്ചുകൊണ്ട് ക്യൂ നിന്നുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകണം. അതാണ് ഇവിടുത്തെ സിസ്റ്റം. അങ്ങനെ ഭോജനശാലയുടെ അകത്തേക്കെത്തി. ആൾക്കാരൊക്കെ തറയിലൊക്കെ ഇരുന്നതായിട്ട് കാണാം. നമുക്ക് നോക്കാം. ഒരുപാട് ആൾക്കാരുണ്ട്. ക്യൂവിലാകുന്ന ആൾക്കാരൊക്കെ ഒരു സ്ഥലത്തുനിന്ന് പ്ലേറ്റ് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിന് മുമ്പിലോട്ട് പോയി ഭക്ഷണം വാങ്ങിക്കുന്നുണ്ട്. ഇവിടെ ഒരാൾ ഇരുന്നിട്ട് പ്ലേറ്റ് കൊടുക്കുന്നുണ്ട്. ഒരാൾക്കാർക്കും പ്ലേറ്റ് എടുത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം മുന്നോട്ട് ഇങ്ങനെ പോവുക. എന്തൊക്കെ കറികളൊക്കെ ഉണ്ട് നമ്മൾ നോക്കാം. ഏതായാലും നല്ലൊരു സദ്യയാണ്. ആൾക്കാരൊക്കെ നല്ലപോലെ കുറേ സമയമായിട്ട് ഇരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഒരു ചെറിയ തോതിലൊരു സാമ്പാർ കിട്ടി. പച്ചരി ചോറുണ്ട്. വീണ്ടും ഒരു രസമാണ്. രസമുണ്ട്. ചോറ് കിട്ടിയത് നമുക്ക് കുറവാണെന്ന് തോന്നുന്നു. ഇവിടുന്ന് വീണ്ടും വാങ്ങിക്കാം. നമുക്ക് ഇവിടെ വീണ്ടും ചോറ് കൊടുക്കുന്നുണ്ട്. കുറവുണ്ടെങ്കിൽ പറഞ്ഞാൽ ഇവിടുന്ന് ചോറ് കിട്ടുന്നുണ്ട്. സാമ്പാർ ഇരുന്ന് വേണം ഭക്ഷണം കഴിക്കാൻ വേണ്ടി.